ാണ് മദീന, കഥ പറയുകയാണ് മദീന, ആനന്ദമാണ് മദീന, ആവേശമാണ് മദീന, സന്തോഷമാണ് മദീന, സമാധാനമാണ് മദീന. മദീന നമ്മുടെ ആവേശമാണ്. ആ ആവേശം എന്തുകൊണ്ട് ഉണ്ടാകുന്നതാണ്? ആ പരിശുദ്ധമായ മദീനയിലെ ഖുബ്ബത്തുൽ ഖദറായിന്റെ താഴെ ഹുജറത്തു ശരീഫിന്റെ അകത്തളങ്ങളിലിരുന്ന് നമ്മുടെ സദസ്സ് കാണുന്നുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെ മാത്രമല്ല കാണുന്നത്, ഈ പരിപാടി സാഗൂതം വീക്ഷിക്കുന്ന ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട്. അതാണല്ലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. മമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അതെങ്ങനെയാണ് മരണം ഖൈറാകുന്നത് എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ആ വാചകം പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് നിർത്തിയില്ല. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ കാണുന്നുണ്ട്. കാതങ്ങൾക്കപ്പുറം മദീനയിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട്. അല്ലാഹുവേ, അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ്. നിങ്ങൾ നല്ലത് ചെയ്യുന്നത് കാണുമ്പോ, മദനീയമെന്ന പരിപാടി വീക്ഷിക്കുന്നത് കാണുമ്പോ, മദനീയമെന്ന പരിപാടി കേട്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നത് മദീനയിൽ നിന്ന് മുത്തു റസൂലുള്ളാഹ് കാണുന്നുണ്ട്. കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ്. നിങ്ങൾ നന്മ ചെയ്യുന്നത് കാണുമ്പോ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാകും.